പൊന്നാനിയിൽ കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. മുഴുവൻ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ മണ്ഡലതല ഉദ്ഘാടനം കെ.പി. നൌഷാദ് അലി എം.എൽ.എ. പൊന്നാനി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഡിപ്പോ പരിസരത്ത് നിർവഹിച്ചു. ഈ പൊന്നാനി ഡിപ്പോയിൽ നിന്ന് തന്നെയുള്ള 1.5 ഡസനോളം റൂട്ടുകൾ നമ്മൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. പലവിധ കാരണങ്ങളാൽ പല കാലങ്ങളിലായിട്ട് അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് പുനഃസ്ഥാപിക്കുന്ന നടപടികൾ നമുക്ക് കൈക്കൊള്ളണം. കാരണം ഇവിടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹത്തിലെ ഒരു 60%-70% ആളുകളും കെഎസ്ആർടിസിയെയും ലൈൻ ബസ്സുകളെയും ആശ്രയിച്ചിട്ടാണ് അവരുടെ എല്ലാ വ്യവഹാരങ്ങളും മുന്നോട്ട് പോകുന്നത്. പാവപ്പെട്ടവരുടെ ഒരു ആശ്രയമാണ്. ഇന്ന് 4 വീലറും 2 വീലറും ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടെങ്കിലും ബസ്സിനെ ആശ്രയിച്ചും ബസ്സിൽ പോയും കാര്യങ്ങൾ നിറവേറ്റുന്ന നിരവധിയായ ആളുകളുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. അപ്പൊ അത്തരം ആളുകളുടെയൊക്കെ ഒരു ആശ്രയമാണ് കെഎസ്ആർടിസി. പദ്ധതിയുടെ ഭാഗമായി പൊന്നാനിയിൽ നിന്നുള്ള ആദ്യ ബസ് സർവീസ് 0 ടിക്കറ്റ് യാത്രക്കാർക്ക് നൽകി എം.എൽ.എ. ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊന്നാനി ഡിപ്പോയിൽ നിന്ന് 20ഓളം ബസ്സുകൾ പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തും. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ റമീന ഇസ്മായിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ടി.കെ. അഷ്റഫ്, വത്സലകുമാർ, ഷാദിനി രവീന്ദ്രൻ, ആസിയ ഇബ്രാഹിം, അഷ്റഫ് കുക്കൂർ, പി.ടി. യൂസുഫ് അലി, കലാട്ടൽ ഷബ്സു, സി ഗംഗാധരൻ, കുഞ്ഞു മുഹമ്മദ് കടവനാട്, നബീൽ നൈതലൂർ, കെ ജയപ്രകാശ്, വി.പി. ഷാഫി, DTO കെ.പി. രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജീവിതത്തിൽ രണ്ടറ്റം ആയിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. എന്തായാലും ഇതൊരു ചരിത്ര നിമിഷമാണ്. വളരെയധികം ആവേശവും സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ സർക്കാരിനോട്. 5 എന്ന ഗ്യാരണ്ടിയിൽ ഒന്നാമതായിട്ട് പറഞ്ഞതായിരുന്നു കെഎസ്ആർടിസിയുടെ സൗജന്യ യാത്ര. അത് നടപ്പിലാക്കിയ നമ്മുടെ UDF സർക്കാരിനും രാഹുൽ ഗാന്ധിക്കും ഹൃദയത്തിൽ ചാലിച്ചുകൊണ്ട് പൂർണ്ണ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് കോൺഗ്രസ്. വലിയൊരു മാറ്റത്തിന്റെ തുടക്കം തന്നെയാണ്. എന്താണെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനും അത് കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി ബഡ്ജറ്റുകൾ തട്ടിമുട്ടിക്കാൻ ഞങ്ങൾ പടപാടുപെടുന്നവരാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സൗജന്യ യാത്ര ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു സർക്കാരിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു. കേരളത്തിലെ മൊത്തം വനിതകളെ സംബന്ധിച്ച് ഒരു ചരിത്ര നിമിഷം തന്നെയാണ് ഈ ഒരു സൗജന്യ യാത്ര. ഇത്തവണ UDF സർക്കാർ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞത് 100% നടപ്പിലാക്കിയത് എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുണ്ട്. ഗോപൂനന്ദര ജിമാർട്ടിന്റെ ഹൈടെക് ഷോറൂം ഇനി തിരൂരിലും. ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 70% വരെ ഡിസ്കൗണ്ട്, ക്യാഷ് ബാക്ക് കൂടാതെ ECUമായി. ഗോപൂനന്ദര ജിമാർട്ട്, പോലീസ് ലൈൻ, തിരൂർ.